ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. ഞാൻ പറഞ്ഞത് നിങ്ങൾ എല്ലാവരും കേട്ടതാണ്. ഞാൻ എന്താ പറഞ്ഞത്? കോന്നിയിൽ അദ്ദേഹം വന്നു, ഒരു യോഗവും ഒരു ഫോട്ടോഷൂട്ടും നടത്തി. നിങ്ങൾ തന്നെ കാർഡ് ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങൾ തന്നെ അത് കാർഡാക്കി തന്നെ വിട്ടിട്ടുണ്ട് ഇല്ലേ? നിങ്ങൾ തന്നെ ചെയ്ത കാർഡാണല്ലോ. ഞാൻ പറഞ്ഞതിൻ്റെ അത് നോക്കിയാൽ മനസ്സിലാവുമല്ലോ. ഞാൻ പറഞ്ഞതെന്താ? കോന്നിയിൽ അന്ന് രാവിലെ അദ്ദേഹം മാധ്യമത്തിനോട് പ്രതികരിക്കുന്ന ഞാൻ കേട്ടു. കോന്നിയിൽ ഒരു നഷ്ടവും കാര്യമായി സംഭവിച്ചിട്ടില്ല. ഏതാ? മുഖ്യമന്ത്രി വന്ന യോഗം എന്നെ അറിയിക്കാഞ്ഞത് എന്താണ് എന്ന് ചോദിച്ചപ്പോഴും, മുഖ്യമന്ത്രി അവിടെ എന്താ സന്ദർശിക്കാഞ്ഞത് എന്ന് നിങ്ങൾ ചോദിച്ചപ്പോഴും നിങ്ങളോടാണ് പറഞ്ഞത് കോന്നിയിൽ കാര്യമായ ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല. ആ ഘട്ടത്തിലാണ് ഞാൻ പറയുന്നത്, അദ്ദേഹം അവിടെ റൂമിലിരുന്നിട്ട് കാര്യമില്ല, അദ്ദേഹം ഫീൽഡിൽ വരണം. ഫീൽഡിൽ വന്ന് ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുകയാണ്. നിങ്ങൾ പോയിട്ടുണ്ടല്ലോ, നിങ്ങൾ പോയിട്ടില്ലേ? കൊക്കാത്തോട്ടിൽ പോയിട്ടില്ലേ? നിങ്ങൾ പോയിട്ടില്ലേ? തേക്ക് തോട്ടിൽ പോയിട്ടില്ലേ? നിങ്ങൾ പോയിട്ടില്ലേ? വയ്യാറ്റുപുഴ കുളങ്ങരവാരിയിൽ പോയിട്ടില്ലേ? കോന്നിയിലെ ദുരന്തമുണ്ടായ സ്ഥലങ്ങളിൽ നിങ്ങൾ പോയല്ലോ. എത്രമാത്രം ഭീകരമാ അവിടുത്തെ അവസ്ഥ, എത്രമാത്രം ഭീകരമാ അവസ്ഥ. ഞാൻ ചോദിച്ചോട്ടെ, ഒരു പവർ ഹൗസ് പൂർണ്ണമായി നശിച്ചില്ലേ? ഒരു പവർ ഹൗസിനുള്ളിൽ വെള്ളം കയറി ആ പവർ ഹൗസ് പൂർണ്ണമായി നശിച്ചില്ലേ? ഏക്കർ കണക്കിന് കൃഷിഭൂമി നശിച്ചില്ലേ? ഇവിടെ ജീവൻ അപകടമുണ്ടായെങ്കിൽ മാത്രമേ അത് കാര്യമായ നാശമായി നിങ്ങൾ കണക്കാക്കത്തുള്ളൂ. അത് കോന്നിയിൽ നിന്ന് 35, 30, 40 കിലോമീറ്റർ ദൂരെയാണ് ഈ പറയുന്ന ദുരന്തമുണ്ടായത്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇത്രയും പറഞ്ഞതിന് ശേഷമെങ്കിലും ബഹുമാനപ്പെട്ട മന്ത്രി PC വിഷ്ണുനാഥ് ആ സ്ഥലം സന്ദർശിക്കേണ്ടായിരുന്നോ? നിങ്ങൾ പറ, സന്ദർശിക്കേണ്ടായിരുന്നോ? നിങ്ങൾ അവിടെ ചെന്നപ്പോൾ പല വീഡിയോസ് ഞാൻ കണ്ടു. എത്രമാത്രം വേദനയോടെയാണ് അവിടുത്തെ പാവങ്ങൾ സംസാരിക്കുന്നത്. എല്ലാവരും ഇടതുപക്ഷക്കാരല്ലല്ലോ, നല്ല കോൺഗ്രസ്സുകാരില്ലേ? ഞാൻ അവിടെ ചെല്ലുമ്പോഴുള്ള വൈകാരിക രംഗങ്ങൾ നിരവധി എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. എന്നെ കെട്ടിപ്പിടിച്ച് കരയുന്ന നല്ല കോൺഗ്രസ് സ്നേഹിതർ കരയുന്ന, അവരുടെ നഷ്ടം കരയുന്ന വീഡിയോസ് എൻ്റെ കയ്യിൽ കിടപ്പുണ്ട്. എന്താ, അവർക്കൊരു മാർഗവുമില്ല. കൂലിപ്പണിക്കാരൻ, അവൻ്റെ എത്ര വർഷത്തെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഒരു കൂര ഉണ്ടാക്കുന്നത്. ആ കൂര ഉണ്ടാക്കുമ്പോൾ അവനെ അറിയത്തുള്ളൂ. ആ കൂര അത് ഇടിഞ്ഞു പോകുമ്പോൾ, അത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം അവനെ അറിയത്തുള്ളൂ. ഇതിലെന്ത് രാഷ്ട്രീയം? ഞാൻ ചോദിച്ചോട്ടെ, ഇതിലെന്ത് രാഷ്ട്രീയം? ഞാൻ ഇതെല്ലാം ആദ്യഘട്ടം മുതൽ തന്നെ, 1-ാം തീയതി മുതൽ തന്നെ നിങ്ങളുമായി യോജിച്ച് ഈ കാര്യങ്ങളിലെല്ലാം പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. എല്ലാ കാര്യത്തിലും ഒരു ഘട്ടത്തിൽ പോലും ഞാൻ രാഷ്ട്രീയം കലർത്താൻ ഉദ്ദേശിച്ചിരുന്നില്ല. ഞാൻ അങ്ങനെ പോകാൻ ആഗ്രഹിച്ചിരുന്നില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജില്ലാതല ഉദ്യോഗസ്ഥരുടെ യോഗം ഇവിടെ വന്ന് വിളിക്കുമ്പോൾ ഞാൻ അറിയണ്ടേ? നിങ്ങൾ പറ, നാട് പറ, ഞാൻ അറിയണ്ടേ? ജില്ലാതല ഓഫീസർമാരുടെ യോഗത്തിൽ വരുമ്പോൾ എൻ്റെ പരാതി എന്ന് പറഞ്ഞാൽ എൻ്റെ വ്യക്തിപരമായ പരാതി അല്ല, കോന്നിയിലെ ജനങ്ങളുടെ പരാതിയാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോഴും 100 കണക്കിന് വീട് പൂർണ്ണമായും ഭാഗികമായും നഷ്ടപ്പെട്ടതുണ്ടല്ലോ. നമ്മുടെ നോംസ് വെച്ച് ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ കഴിയുമോ? ക്യാബിനറ്റ് തീരുമാനം ഉണ്ടാവണ്ടേ? ആ കാര്യത്തിൽ ക്യാബിനറ്റ് തീരുമാനം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ പറ. ഞാൻ ചോദിച്ചിട്ട്, ആ പാവങ്ങളുടെ കാര്യം ഞാനല്ലാതെ ആര് പറയും? നിങ്ങൾ 4 MLA-മാരെ വിളിച്ചു, എന്നെ വിളിക്കണ്ടേ? എന്നെ അറിയിക്കണ്ടേ? നിങ്ങൾ അതിനെന്ത് ന്യായമാണ് നിങ്ങൾ പറയുന്നത്? കോന്നി വഴിയല്ലേ വന്നത്? ആ കോന്നിയുടെ സൈഡിൽ കൃഷി നഷ്ടപ്പെട്ടതൊന്ന് കാണണ്ടേ? ഇത് ഞാൻ പറയുമ്പോൾ രാഷ്ട്രീയം, ഞാൻ ഒരു രാഷ്ട്രീയവും പറഞ്ഞിട്ടില്ല. ഓക്കിയും നിപ്പയും ഒക്കെ വന്നപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ മന്ത്രിമാരൊക്കെ പറഞ്ഞു ഒരു രാഷ്ട്രീയവും ഞാൻ അപ്പോഴും പറയുന്നില്ല, ഇപ്പം പറയാനും ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ഒറ്റ അപേക്ഷ മാത്രമേ നിങ്ങളോടുള്ളൂ.